Watch full episodes on Jio Hotstar. മന്ത്രവാദികളിൽ മന്ത്രവാദി ഡോക്ടർ സ്നേക് ഇതാ എഴുന്നള്ളുന്നു. അഭിനന്ദനങ്ങൾ രാക. ഇന്ന് നീ ഒരു അത്ഭുത മനുഷ്യനായി മാറാൻ പോകുവാണ്. അത് കഴിഞ്ഞാൽ നിന്നെ കുൻഫുവിൽ വെല്ലാൻ വേറെ ആരും തന്നെ ഉണ്ടാവില്ല. വേണ്ട വേണ്ട, എന്നെ വെറുതെ വിടൂ പ്ലീസ്. എന്നെ അങ്ങനൊന്നും ചെയ്യല്ലേ പ്ലീസ്. എന്നെ വെറുതെ വിടൂ. അയ്യോ, എന്നെ വെറുതെ വിടൂ. വേണ്ട 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 ഡോക്ടർ, വേണ്ട വേണ്ട വേണ്ട. ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ ഈ കാലം തന്നെ കരയും. കണ്ടോ നീ ഊർവശി, ഇവന്റെ കുൻഫു മനുഷ്യരുടെ കുൻഫുവിനെക്കാളും മെച്ചപ്പെട്ടതായി. എന്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തിന്റെ കുൻഫു ഇതിൽ മനുഷ്യരുടെ ബുദ്ധി മാത്രമല്ല, അതിനുപരി മൃഗങ്ങളുടെ ശക്തിയും ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ടാവും. ഇത് വളരെ ഡേഞ്ചറസും ഡെഡ്ലി ആയ കോമ്പിനേഷനാണ്. ഇതിനെ ആർക്കും തന്നെ വെല്ലാനാവില്ല. അയ്യോ, എന്റെ മുകളിലുള്ളവനെ, ഈ നരകത്തിന് ഞങ്ങളെ ആര് രക്ഷിക്കും? കമാൽപുരത്ത് രാജേഷ് എന്നയാൾ 50 കാറിന് മുകളിലൂടെ ചാടിച്ച് വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുന്നു. ഈ റെക്കോർഡ് പൊട്ടിക്കാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് മോട്ടു പതലു.
30, 40, 50, 60. ഓ എന്താണ് ഈ കാണുന്നത്? അവർ സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവർ വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ബ്രേക്ക് ചവിട്ട് മോട്ടോ, ബ്രേക്ക് ചവിട്ട്, വേഗം ചവിട്ട്. ഫുർഫുറി നഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല, ഹിമാലയ പർവ്വത സർവശ്രേഷ്ഠൻ കുംഫു മാസ്റ്റർ ഹിം നരേഷ്. നിങ്ങളിവിടെ എപ്പോഴാ വന്ന്? ഇന്ന് വന്നതേയുള്ളൂ. എന്റെ കൊച്ചുമകൻ ടിം ടിം കാണാതായിരിക്കുന്നു. കുറച്ചു ദിവസം മുമ്പുള്ള കാര്യമാ. എനിക്ക് മോട്ടു പത്ലൂടെ അടുത്ത് പോണം. എനിക്ക് പോണം, എനിക്ക് പോണം, എനിക്ക് ഇപ്പൊ പോണം. നിനക്ക് ഒരുപാട് ഓർമ്മ വരുന്നുണ്ടല്ലേ? നിനക്ക് മാത്രമല്ല, എനിക്കും അവരുടെ ഓർമ്മ വരുന്നുണ്ട്. കാരണം അവർ നല്ല മനുഷ്യരാ. മോട്ടുവിനെ പോലൊരു ശിഷ്യനെ എനിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല. എന്നാ പറ മുത്തശ്ശ, എപ്പോഴാ പോവാ? വേഗം തന്നെ പോകാം. ഞാനൊന്ന് തയ്യാറായിക്കോട്ടെ. അതിനു മുമ്പ് നീ ആഹാരം കഴിച്ചുകൊള്ളൂ. വരൂ, ഭക്ഷണം കഴിക്കാം. ടിം ടിം. അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയുന്നത്? പെട്ടെന്ന് ചീറ്റിംഗ്, അത് കഴിഞ്ഞ് ഗോയിങ് ടു സ്ലീപ്പ്. ചീറ്റിംഗ് അല്ല, ഈറ്റിംഗ്. ഈറ്റിംഗ് ആണ് ഇതിന് പറയാ. അത് തന്നെ. ഉക്രയുടെ കൺവട്ടത്ത് നിന്ന് 4 കൈകളുള്ള ഒരു ഭീകരജീവി അവനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഞാൻ അവനെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അവന് 4 കൈയായാലും ശരി, 14 കൈയായാലും ശരി, നമ്മുടെ ടിം ടിമിനെ പിടിച്ചു കൊണ്ടുപോകുവാനുള്ള ധൈര്യം അവൻ എവിടുന്ന് കിട്ടി? എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്. ആ ഭീകരജീവി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന്. ഇവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ വിട്ടിട്ട് എന്റെ കൊച്ചുമകനെ തന്നെ അവൻ എന്തിനാ തിരഞ്ഞെടുത്തത്? ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവനെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ടിം ടിം അവിടെ ഉണ്ടായിരുന്നില്ല, അവന്റെ പെയിന്റിങ്ങും അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ടിം ടിമിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ സഹായിക്കുമോ? ഞങ്ങൾ തീർച്ചയായും ചെയ്യും. ഞങ്ങൾ ടിം ടിമിന് വേണ്ടി ജീവൻ വരെ പണയം വെച്ച് പോരാടും, അല്ലേ കൂട്ടുകാരെ? നമുക്ക് വേഗം പോകാം. ഇനി ഒരു നിമിഷം പോലും നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. ടിം ടിം, നീ എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ നിന്നെ തേടി എത്തിയിരിക്കും. ഈ തവണയും ഞാൻ അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഞാൻ ബെസ്റ്റ് ഫൈറ്ററിനെ തിരഞ്ഞെടുത്ത് ഞാൻ ഒരു അത്ഭുത മനുഷ്യനായി മാറ്റാൻ പോവാണ്. എന്നിട്ട് എന്റെ സേനയിൽ ഞാൻ അതിനെ നിയമിക്കാൻ പോവാണ്. വരൂ മോട്ടു പതലു. ഇനി ടിം ടിമിനെ കിട്ടും, ഉറപ്പായിട്ട് തിരിച്ചു കിട്ടും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ബിലീവ്. അപ്പൊ ഹിം നരേഷ്, ഞങ്ങൾ ഇപ്പൊ തന്നെ ടിം ടിമിനെയും അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഞങ്ങൾക്ക് വിശ്രമിക്കാനൊന്നും ഒട്ടും സമയമില്ല. ഞങ്ങൾ വരട്ടെ. വരൂ, ഞാനും നിങ്ങളോട് ടിം ടിമിനെ അന്വേഷിക്കാം. വലിയേട്ടാ, നിങ്ങൾ ടിം ടിമിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല ഏട്ടാ, ഞാനൊന്നും കണ്ടില്ല. അല്ല, നിങ്ങൾ ഈ ടിം ടിം ആരുടെയെങ്കിലും കൂടെ പോകുന്നത് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടതേ ഇല്ല.
മോട്ടു, ടൈഗറിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമാ, പക്ഷേ ടൈഗർ ചാനിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമല്ല. നീയും ഇവിടെ അത്ഭുത മനുഷ്യൻ കുംഫു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണല്ലോ. ഇനി നിനക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. അതെ, ഞങ്ങൾ ഇവിടെ അത്ഭുത മനുഷ്യ കുംഫു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനൊന്നും വന്നതല്ല. ടിംടിമിനെ കാണുവാനില്ല, ഞങ്ങൾ അവനെയും അന്വേഷിച്ച് വന്നതാണ്. കേട്ടോ കൂട്ടുകാരെ, ഹിം നരേഷ് ടിംടിമിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഭീരുക്കളുടെ സൈന്യമാണല്ലോ അയച്ചിരിക്കുന്നത്. ഈ ഭീരുക്കളായ ആൾക്കാർ തന്നെയാണ് ഒരു ദിവസം നിന്നെ ഭീരുവാക്കിയിട്ട് പോയത്. അത് നീ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. നിന്നെ ഒന്നും മറക്കാനും അനുവദിക്കില്ല. ഇന്ന് കണക്ക് തീർത്തിരിക്കും. ടൈഗറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചേക്കും, പക്ഷേ ടൈഗർ ചാനിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. ടൈഗർ ചാങ്, നീ ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്. നീ ഫൈറ്റർ അല്ല, ചെകുത്താനാ. എന്താ പറഞ്ഞേ? എന്നെ നേരിടാൻ നീയോ? ആകാശത്തിന് വന്നിട്ട് ഡോഗിയുടെ പുറത്താണല്ലോ വീണത്. ഡോഗി എന്റെ ചങ്ക്, എന്നെ എങ്ങനെ ഓടിക്കല്ലേ, എനിക്ക് വയ്യ, എന്നെ വിട്ടേക്ക് ഡോഗി. എന്റെ അമ്മോ, പോലീസുകാർക്ക് ഇപ്പൊ എന്തൊരു മോശമായ സമയമാണ്. കോഴിക്കുഞ്ഞു പോലും എന്നെ കളിയാക്കി പോണത് കണ്ടില്ലേ? പൊളിച്ചടുത്തല്ലോ, ഞാനിവിടെ കുടുങ്ങിയിരിക്കാണ്. എന്നെ ആരെങ്കിലും താഴേക്ക് ഇറക്കണേ, വേഗം താഴേക്ക് ഇറക്കണേ പ്ലീസ്. എന്റെ 20 കൊല്ല അനുഭവത്തിൽ ഞാനിങ്ങനെ ഒരിക്കലും തലകുത്തി നിന്നിട്ടില്ല. രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ. മോട്ടു, നിന്റെ മനസ്സ് എത്ര വലുതാണ്. ശത്രുവായിരുന്നിട്ട് കൂടി നീ എന്നെ രക്ഷിച്ചില്ലേ? നോക്കൂ ടൈഗർ ചാൻ, ഞാൻ നിന്നെ ഒരിക്കലും എന്റെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. നീ ഹിം നരേഷിന്റെ മകനെ പോലെയാണ്. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നീ ആവട്ടെ അദ്ദേഹത്തെ ഒരുപാട് വെറുക്കുകയും ചെയ്യുന്നു. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് കൂടി. ടൈഗർ ചാങ്, നീ ഒരു ധൈര്യശാലിയായ മനുഷ്യനാണ്. പക്ഷേ നീ ക്ഷമ ചോദിക്കാൻ ഭയപ്പെടുന്നു. നിന്റെ തെറ്റ് തിരുത്താനുള്ള നല്ലൊരു അവസരമാണിത്. ടിംടിമിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നീ ഞങ്ങളെ സഹായിക്ക്. ശരി, ടിംടിമിനെ കണ്ടുപിടിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ടിംടിമിനെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഹിം നരേഷിനെ കാണുകയുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് ക്ഷമ ചോദിക്കാൻ. ടിംടിമിനെ തട്ടിക്കൊണ്ടുപോയവർ എങ്ങനെയുണ്ടെന്ന് മാത്രം എനിക്ക് വിശദമായി പറഞ്ഞു തരൂ. അയാളെ കാണാൻ ടോൾ മാൻ,
4 ഹാൻഡ്. സോറി സോറി സോറി. ഒരു മാനേഴ്സും ഇല്ലാത്ത ഒരുത്തൻ രാക്ഷസനെ പോലെ ഇരിക്കും. എന്ത് രാക്ഷസന്? പക്ഷേ ഇവിടെ എങ്ങും രാക്ഷസനില്ലല്ലോ. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ രാക്ഷസരെ പോലുള്ളവരും പങ്കെടുക്കുന്നുണ്ടെന്ന്. ഇനി ഒരു പക്ഷെ അവരായിരിക്കും. എന്നാ പിന്നെ നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് പോകാം. ഞാൻ എന്തായാലും അവിടെ പോകുക തന്നെ ചെയ്യും. അവിടെ ഞാൻ ടിംടിമിനെ അന്വേഷിച്ച് കണ്ടെത്താം. നിങ്ങൾ എല്ലാവരും ഇവിടെ അന്വേഷിക്കും. ഓക്കേ, ഓൾ ദ ബെസ്റ്റ്. ഇത് കേട്ടിട്ട് ഇത്രയെങ്കിലും സന്തോഷമുണ്ട്. ടൈഗർ ച്യാങ്ങിന് അവൻ ചെയ്തതിൽ പശ്ചാത്താപമുണ്ടെന്നറിഞ്ഞതിൽ. എന്നാലും ഹിം നരേഷ്, ഈ അത്ഭുത മനുഷ്യ കുംഫു ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കതിനെപ്പറ്റി കൂടുതലായി ഒന്നും അറിയില്ല. പക്ഷേ മറ്റു പലരും പറഞ്ഞിട്ടാണ് ഞാനും അറിഞ്ഞത് ഇത്തരത്തിലുള്ള കുങ്ഫു ചാമ്പ്യൻഷിപ്പും നടക്കുന്നുണ്ട് എന്ന്. കുങ്ഫു മാസ്റ്റർ ഡോക്ടർ സ്നേക്ക് ആണ് കഴിഞ്ഞ 2-3 വർഷമായി ഇത്തരത്തിലൊരു കോമ്പറ്റീഷൻ നടത്തുന്നത്. പക്ഷേ എന്നെ അങ്ങോട്ടേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. പൊളിച്ചെടുത്തല്ലോ, അതൊക്കെ മറന്നേക്ക്. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ടിംടിമിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. എന്തായാലും മുകളിലുള്ളവൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല. എന്റെ വലിയേട്ടാ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ മരമൊന്നുമല്ല. നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ ലാൻഡ് ചെയ്യേണ്ടത് ദേ അവിടെയാണ്. നിക്ക്, അതൊരു സാധാരണ പ്രാവല്ല. അതൊരു സന്ദേശം കൊണ്ടുവന്നതാണ്. പിടിക്കതിനെ. ടിംടിമിനെ കണ്ടുപിടിക്കണമെങ്കിൽ അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കൂ. ടിംടിമിനെ അവിടെ ലഭിക്കും. ഈ ചാമ്പ്യൻഷിപ്പ് ഗോൾഡൻ വാലിയിലാണ് നടക്കുന്നത്. ഗോൾഡൻ വാലി, ഗോൾഡൻ വാലി. അയ്യോ, അതെനിക്ക് അറിയാലോ. അറിയാവുന്ന സ്ഥലമാ. അങ്ങോട്ടുള്ള വഴി അപകടകരമാ, ഭയങ്കര ദുഷ്കരമാ. മാസ്റ്റർ ജി, നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമല്ലേ? എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എനിക്കവിടെ പോയേ തീരൂ. ആ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ടതായിട്ടുമുണ്ട്. എന്റെ ടിംടിമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ ഒരു പക്ഷയുമില്ല. നിങ്ങൾക്ക് എന്താ ഇനിയും ഞങ്ങളെ വിശ്വാസമില്ലേ? എങ്കിൽ ശരി, നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക. ഞാൻ വരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ അപ്പപ്പോ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഞങ്ങളൊക്കെ നാളെ രാവിലെ തന്നെ പുറപ്പെടും. കൂട്ടുകാരെ, എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ മുന്നിൽ ഒരു ചെറിയ കട്ടുണ്ട്. വരൂ. പൊളിച്ചെടുത്തല്ലോ. ഇത് ചെറിയ കട്ടാണെങ്കിൽ വലിയ കട്ട് എന്ത് ബുദ്ധിമുട്ടാവൂല്ലേ? ഇത്രയും വലിയ മലയാണോ നിങ്ങൾ ചെറിയ കട്ടെന്ന് പറഞ്ഞത്? ചെറിയ കട്ട് മീൻസ് ഷോർട്ട് കട്ട്. സ്കൂളിൽ നീ ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ലേ? ഗോയിങ് സൂൺ സൂൺ, ടീച്ചിങ്. ഓക്കേ? എന്റെ അമ്മോ, ടീച്ചിങ് അല്ല, റീച്ചിങ്. അതിനിപ്പോ എന്താ? ഈ ആറും തമ്മിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അതിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? പറയുന്നത് ശ്രദ്ധിക്കാതെ വഴി ശ്രദ്ധിച്ചു പോ. മനസ്സിലായോ? ക്യാച്ച് ദ വേ. ഐഡിയ. ടൈഗർ ചാങ്, ലിഫ്റ്റ് വേണോ?
നിൽക്കവിടെ. എന്റെ വലിയേട്ടാ, മുന്നോട്ട് പോകുവാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? മുഴുവനും മേഘങ്ങളാണല്ലോ. ഈ ബാസ്ക്കറ്റ് ഇരിക്കുന്നത് കണ്ടോ? നിങ്ങൾ ഇതിലിരുന്നാണ് അപ്പുറത്തേക്ക് പോവേണ്ടത്. നിങ്ങൾ പോകുന്ന വഴി ഒരുപാട് അപകടങ്ങൾ നേരിടേണ്ടി വരും. ആരാണോ ഈ അപകടങ്ങളെ തരണം ചെയ്യുന്നത്, അവര് അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുകയുള്ളൂ. പൊളിക്കടുത്തല്ലോ. ഇവിടെ നമുക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ എന്തിനാ അവര് ഇങ്ങോട്ട് വരുന്നത്? അവര് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. Why fear? Vachingam is here. ഞാൻ നോക്കിക്കോളാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ തന്നെ നിൽക്ക്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. അവിടെ നിൽക്ക്, മര്യാദയ്ക്ക് നിൽക്കാൻ. എന്റെ അമ്മോ, മോട്ടു രക്ഷിക്കണേ. പൊളിക്കടുത്തല്ലോ. ഡോക്ടർ ചട്ക, നമ്മള് കുട്ടിയെ അന്വേഷിക്കാൻ വന്നിരിക്കാണോ അതോ വല്ല സൂല് വന്നിരിക്കാണോ? എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടേ ഇല്ല. ശ്രദ്ധിക്കൂ, എല്ലാവരും അവരവരുടെ റൂമിൽ പോയി വിശ്രമിക്കൂ. ഡോക്ടർ സ്നേക് നാളെ രാവിലെ തന്നെ അത്ഭുത മനുഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നിങ്ങളെ എല്ലാവരെയും കാണുന്നതാണ്. എന്റെ പത്ലു, ഇത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് നമ്മൾ എങ്ങനെയാ ടിമിനെ അന്വേഷിക്കുന്നത്? മോട്ടു, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്നെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരില്ലായിരുന്നു. നീ എവിടെയാ മോട്ടു? എന്നെ വന്ന് രക്ഷിക്കൂ മോട്ടു, പ്ലീസ്. എന്നെ മുത്തശ്ശന്റെ അടുത്തേക്ക് കൊണ്ടുപോ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് മുത്തശ്ശന്റെ അടുത്ത് പോണം. മോട്ടു, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. നീ എവിടെയാ മോട്ടു? നാളെ അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിലേക്ക് നീ എന്റെ കൂടെ വരേണ്ടിയിരിക്കുന്നു. ഇല്ല, ഞാൻ വരില്ല. ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ പറയുന്നത് എന്തായിരുന്നാലും നീ അതുപോലെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോട് വച്ചിരിക്കില്ല. ഭക്ഷണം കഴിച്ചെങ്കിൽ കിടന്നുറങ്ങിക്കോളൂ. മോട്ടു, പത്ലു,
എന്റെ അമ്മോ, ഇത് ഭീകരജീവികളുടെ സംഗമമാണല്ലോ. ഡോക്ടർ സ്നേക്ക് എത്ര ഭീകരജീവികളെ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടില്ലേ? വലിയേട്ടാ, ടിം ടിം ഇവിടെ വരുമല്ലോ അല്ലേ? മോട്ടു എന്റെ ചങ്ക്, എന്റെ ബ്രോ, ടിം ടിം ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരും. കണ്ടില്ലേ എല്ലാ ആൾക്കാരും ഇവിടെ വന്നത്, അതുകൊണ്ട് ഉറപ്പായിട്ട് ടിം ടിം ഇവിടെ വരും മോട്ടു. എന്തായി ചെയ്യുന്നത്? എപ്പോഴും ഇങ്ങനെ ടിം ടിമിന്റെ പേര് പറഞ്ഞ് പണി മേടിച്ചു കൂട്ടാനാണോ പ്ലാന്? ആർക്കെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാൽ നമുക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല, ടിം ടിമിനെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പദ്ധതികളെല്ലാം ഇവിടെ ഇരുചെവി അറിയാതെ വേണം നടപ്പിലാക്കാൻ. മനസ്സിലായോ? നിശബ്ദരായിരിക്കൂ, മന്ത്രവാദികളിൽ മന്ത്രവാദി ഡോക്ടർ സ്നേക്ക് ഇതാ എഴുന്നള്ളുന്നു. എന്തായി ചെയ്യുന്നത്? ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നീ ഇങ്ങനെയൊക്കെ ചെയ്ത് അവന്റെ ജീവൻ അപകടത്തിലാവുകയേ ഉള്ളൂ. ദയവ് ചെയ്ത് മിണ്ടാതിരിക്ക്. അതെ, മോട്ടുവും പത്ലവും ഇവിടെ എത്തി. അവരെന്തായാലും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. രഹസ്യവും അത്ഭുതകരവുമായ ഡോക്ടർ സ്നേക്കിന്റെ ഈ മാന്ത്രിക ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഞാൻ സീരിയസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചിരിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഡോക്ടർ സ്നേക്ക് ചിരിക്കുമ്പോൾ ഈ കാലം കരയും. ചാമ്പ്യൻഷിപ്പ് തുടങ്ങട്ടെ. ആദ്യമായി ഏറ്റുമുട്ടുന്നു ഗോറില്ല മാൻ വേഴ്സസ് ഷാർക്കോൺ. ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ പോര് കാണാൻ പോകുന്നത്. അടുത്തതായി ഏറ്റുമുട്ടുന്നു പീകോക്ക് മാൻ വേഴ്സസ് ടൈഗർ ചാൻ. വീണ് കിടക്കുന്ന യോദ്ധാവിനെ മറ്റൊരു യോദ്ധാവ് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. നിനക്കെന്താ ഈ യുദ്ധമുറകളൊന്നും അറിഞ്ഞുകൂടെ? അല്ലെങ്കിൽ തന്നെ നിന്നെ കാണും ഒരു കാട്ടുവാസിയെ പോലെയുണ്ട്. വരൂ, എന്റെ കൂടെ യുദ്ധം ചെയ്യൂ.
എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റാണ്. മനുഷ്യരുടെ കൂടെ മൃഗങ്ങളെ കൊണ്ടാണോ യുദ്ധം ചെയ്യിപ്പിക്കുക? അതും ഒന്നിനു പകരം നിങ്ങൾ രണ്ടുപേരെ അയച്ചു വിട്ടിരിക്കുന്നത്. ഈ ഫൈറ്റ് നിയമത്തിലുള്ളതല്ല. നീ നിന്റെ മന്ത്രവാദത്തിൽ ഇത്രയും അഹങ്കരിക്കുന്നു. എന്നാ കേട്ടോ, ഞാനും ഒരു മന്ത്രവാദി തന്നെയാ. നീ ഇപ്പൊ എനിക്ക് അഷ്ടമി വരെ സമയം താ. പിന്നെ നോക്കിക്കോ, ഞാൻ എന്റെ മന്ത്രവാദം കൊണ്ട് എല്ലാവരെയും മൃഗങ്ങളാക്കും. അപ്പൊ ചെയ്യുന്ന യുദ്ധം തുല്യന്മാര് തമ്മിലാകും. പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും കാണുകയും ചെയ്യും നിന്റെ ഫൈറ്റേഴ്സിന്റെ കൂടെ നീ തോൽക്കുന്നത്. എവിടത്തെ നിയമമോ ഇവിടത്തെ നിയമം. നിയമവും പോലീസും ജഡ്ജും എല്ലാം ഞാൻ തന്നെയാണ്. ഇവിടെ എല്ലാം തന്നെ ശരിയുമാണ്, ഒന്നും തന്നെ തെറ്റുമല്ല. ഇവിടെ എനിക്കിഷ്ടമുള്ളതാണ് എപ്പോഴും ശരിയായിട്ടുള്ളത്. എനിക്കിഷ്ടമില്ലാത്തത് തന്നെയാണ് ഇവിടെ തെറ്റായി വിധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഫൈറ്റ് ചെയ്ത് വിജയിക്കണം, അല്ലെങ്കിൽ തോറ്റ് പിന്മാറണം. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അഷ്ടമിക്ക് ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. നമുക്ക് നോക്കാം അവന് ശരിക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. ഇനി അഥവാ അവൻ കൂട്ടുകാരെ മൃഗങ്ങളാക്കിയാൽ അവരെ നമുക്ക് ബന്ദികളാക്കി അവരുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ പൊയ്ക്കോ. അഷ്ടമി വരെയുള്ള സമയം നിനക്ക് തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെയെല്ലാം മൃഗങ്ങളായി മാറ്റി ഇവിടെ തന്നെ കൊണ്ടുവരണം. പൊയ്ക്കോ. കൂട്ടുകാരനായിട്ട് നീ ഞങ്ങളോട് ഇത്രയും വലിയ ചതി ചെയ്യരുതായിരുന്നു. നീ മന്ത്രവാദിയായിട്ട് എന്തുകൊണ്ട് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞില്ല? ഞങ്ങളെയൊക്കെ നിനക്ക് മൃഗമാക്കോ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് ആദ്യം പറഞ്ഞില്ല? ഇന്നു മുതൽ നീ ഞാനുമായിട്ടുള്ള കൂട്ടുകെട്ട് തീർന്നു. എടാ ഉണ്ടക്കണ്ണം ഭ്രാന്താ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ മന്ത്രവാദിയൊന്നും അല്ല. ഞാൻ അഷ്ടമി മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞത് കുറച്ച് സമയം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ടിംടിമിനെയും കൊണ്ട് കടന്ന് കളയാം. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല ഫൈറ്റിൽ എന്താ സംഭവിക്കാന്ന്. ആ അനിമൽസിനോട് ഫൈറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് രാത്രി ടിംടിമിനെയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. എന്റെ പത്ലു, എങ്ങനെ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. ഐഡിയ. അതെ, ഈ പല്ലാരുടേതാണ്. എന്റെ അല്ല, എന്റെ അല്ലെന്നേ. എന്റേതുമല്ല, നിന്റേതുമല്ല. അപ്പൊ ഇതാരുടേതാ? ആരുടെയെങ്കിലും ആവണമല്ലോ. അവന്മാരെന്തിനാ ഓടുന്നേ? എന്തോ പ്രശ്നമുണ്ട്. പിടിക്കവന്മാരെ. ഓടിക്കോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. ചിങ്കം സാറേ, ഫയർ ചെയ്യ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ തന്നെ നിൽക്ക്. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ തന്നെ നിൽക്കാൻ. ഐഡിയ. മോട്ടു, നീ വേഗം പോയി ടിംടിമിനെ അന്വേഷിക്ക്. ഞങ്ങൾ ഇവരെ നോക്കിക്കോളാം. ഓക്കേ പത്ലു. മോട്ടു, പത്ലു. ടിം ടിം. ടിം ടിം. രക്ഷിക്കണേ. മോട്ടു, നീ വന്നോ? നീ വന്നോ? ഞാൻ നിന്നെ ഓർത്തിരിക്കുവായിരുന്നു. എന്നെ ഇവിടുന്ന് വേഗം കൊണ്ടുപോകും മോട്ടു. എനിക്ക് പേടിയാവുന്നു. എന്നെ വേഗം ഇവിടുന്ന് കൊണ്ടുപോ. പേടിക്കണ്ട ടിം ടിം.
നീ ഒരു ധൈര്യവാന്റെ പുത്രനാണ്. വിശ്വസിക്ക്, ഞങ്ങൾ നിന്നെയും കൊണ്ടുപോകാൻ വന്നതാ. പക്ഷെ ഇപ്പോഴല്ല. പക്ഷെ ശത്രുക്കൾ എന്റെ പുറകിൽ തന്നെയുണ്ട്. ഇല്ല മോട്ടു, ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. ഞാനും ഇപ്പൊ നിന്നോട് വരും. ഞാനിവിടെ ഒരിക്കലും നിൽക്കില്ല. നോക്കൂ ടിം ടിം, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വാശി പിടിച്ചാൽ നിനക്കും രക്ഷപ്പെടാൻ പറ്റില്ല, പിന്നെ ഞങ്ങളും പിടിക്കപ്പെടും. ആ ഡോക്ടർ സ്നേക്ക് ഒരു മാന്ത്രികനാണ്. ബുദ്ധിപൂർവ്വം നമ്മൾ കരുക്കളൊരുക്കണം. അതെ, നമ്മളുടെ ഈ കളി കാരണം പാമ്പുകളൊക്കെ പുറത്ത് ചാടണം. എന്നിട്ട് ലോകം മുഴുവനും അവരെ ഓടിക്കണം. അപ്പൊ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അവർക്ക് നമ്മളെ ഒരിക്കലും പിടിക്കാനും പറ്റില്ല. ആ പ്രോമിസ്? അതെ, പക്ക പ്രോമിസ്. നീ എന്തിനാ ഞങ്ങളെ രക്ഷിച്ചത്? വരൂ എന്റെ കൂടെ, നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഞാനാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. എന്നാലേ ടിം ടിമിനെ ഇവിടുന്ന് രക്ഷിക്കാൻ സാധിക്കൂ. എന്ന് വെച്ചാൽ ആ സന്ദേശം നിങ്ങളാണോ അയച്ചത്? അതെ, ടിം ടിം എന്റെ മകനാണ്. ഡോക്ടർ സ്നേക്ക് അവന്റെ അച്ഛനാണ്. ഞാൻ അമ്മയും. കുറച്ചുനാൾ മുമ്പുള്ള സംഭവമാണ്. ഡോക്ടർ സ്നേക്കിന്റെ യഥാർത്ഥ പേര് ഹിംപുത്ര എന്നാണ്. വിദേശത്ത് പഠനം കഴിഞ്ഞ് വന്ന സമയം അദ്ദേഹം സയൻസ് എക്സ്പെരിമെന്റിൽ എപ്പോഴും ബിസിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ലാബിൽ എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാനാണ്, ഹിംപുത്രൻ. കുഴപ്പമില്ല. പാമ്പുകളുടെ ശക്തി എന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ രൂപവും എനിക്ക് കിട്ടിയിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല. ഞാനും ഈ ലോകത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. I am great. I am the greatest scientist of the world. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ കുങ്ഫുവിനെ ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കൂ, ചിന്തിച്ചു നോക്കൂ. ആനിമൽസ്
കുങ്ഫു ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് മനുഷ്യരെക്കാൾ വളരെ നന്നായി ഫൈറ്റ് ചെയ്യാൻ കഴിയും. ബിക്കോസ് they are more powerful. കാരണം അവരുടെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ എബിലിറ്റി ടു ഫൈറ്റ്, അവരുടെ ശക്തി ഹ്യൂമൻസിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പ്രോജക്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആനിമൽസിന്റെ DNA ഹ്യൂമൻസിലേക്ക് പകർത്തി അവരുടെ ശക്തിയും അവരുടെ എബിലിറ്റിയും ഹ്യൂമൻസിലേക്ക് പകർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ എന്റെ എക്സ്പെരിമെന്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിരിക്കുകയാണ്. എനിക്ക് ഒരു ആനിമലിന്റെ ഫേസും കിട്ടി. ഞാൻ പുതിയ പുതിയ ജീവികളെ ഉണ്ടാക്കി അവരെ എല്ലാം കുങ്ഫു എക്സ്പേർട്സ് ആക്കാൻ പോവുകയാണ്. അച്ഛൻ നിങ്ങളെ ഒരു ദിവസം പോലും നിൽക്കാൻ ഇനി അനുവദിക്കില്ല. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നമ്മൾ ഇനി ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. ടിമിനെയും കൊണ്ട് നമുക്കിവിടുന്ന് പോകാം. അവൻ ചെറിയ കുട്ടിയാണ്. നിങ്ങളെ കണ്ടാൽ അവന് പേടിക്കും. അവനെ കൂടെ കൊണ്ടുപോയാൽ ശരിയാവില്ല. ഞാൻ വരാം നിങ്ങളുടെ കൂടെ. അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഡോക്ടർ സ്നേക് എല്ലാ ആളുകളിലും പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ എല്ലാവരെയും മൃഗങ്ങളാക്കി. അദ്ദേഹം കുങ്ഫു എക്സ്പേർട്സിനെയും ചാമ്പ്യൻഷിപ്പിൽ വിളിച്ചു വരുത്തി. അവരിലും പരീക്ഷണങ്ങൾ ചെയ്ത് അവരെയും മൃഗങ്ങളാക്കി. എന്നാൽ ആളുകളെല്ലാം പറയുന്നത് അദ്ദേഹം ഒരു മന്ത്രവാദിയാണെന്ന്. ഞങ്ങൾക്കത് ആദ്യം തന്നെ അറിയാമായിരുന്നു. അയാൾ ഒരു മന്ത്രവാദിയും കുന്ത്രവാദിയും ഒന്നും അല്ല എന്ന്. ഇതെല്ലാം സയൻസിന്റെ കളികളല്ലേ? അതെ, അദ്ദേഹം എവിടെയാണോ കാറ്റിൽ അപ്രത്യക്ഷമാകുന്നത് അവിടെ താഴെ ടണൽ ഉണ്ടായിരിക്കും. ആ ടണലിൽ കൂടി അദ്ദേഹം പുറത്തു വരും. ഞാനും അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിനിരയായി ഒരു മത്സ്യകനികയായി. എനിക്ക് രഹസ്യമായി സഞ്ചരിക്കാൻ ഈ വാട്ടർ ടണൽ ഞാൻ ഉണ്ടാക്കി. എന്നാൽ എന്റെ ഭയം മറ്റൊന്നുമല്ല, ടിമിനെയും അദ്ദേഹം മൃഗമാക്കി മാറ്റുമോ എന്നാണ്. പൊളിച്ചെടുത്തല്ല. ഇതെന്തൊരു അച്ഛനാണ്, സ്വന്തം മോനത്തിനെ മൃഗമാക്കാൻ ശ്രമിക്കുന്നല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. എന്നാൽ ഇവിടെ കർശനമായ സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോ അഷ്ടമി ആകുമ്പോ ഞങ്ങൾ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നാണോ? എന്നാ പിന്നെ നീ തന്നെ പോയങ്ങ് ഫൈറ്റ്. നീ കണ്ടതല്ലേ, ഡോക്ടർ സ്നേക്കിന്റെ കൂടെ മൃഗങ്ങളുടെ ഒരു സൈന്യം തന്നെ ഉള്ളത്. അവരുമായിട്ട് ഏറ്റുമുട്ടുവാൻ അവരെ പോലെ ശക്തിയുള്ളവർ തന്നെ വേണം. ശക്തിയല്ല, പരിശീലനം. ആ മൃഗങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പരിശീലനം അത്യാവശ്യമാണ്. ആ പരിശീലനം ഞാൻ നിങ്ങൾക്ക് നൽകാം. ആരായിരുന്നു അത്? ഇവിടെ എന്ത് തിരയുകയായിരുന്നു? സർ, ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ അന്വേഷിക്കേ, പോയി അന്വേഷിക്കേ. എന്തിനു വേണ്ടി ഇവിടെ വന്നുവെന്നും നമ്മുടെ സൈനികന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും. അവർ മൃഗങ്ങളുടെ രൂപത്തിലായിരുന്നു ഡോക്ടർ സ്നേക്. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ഈ മൃഗങ്ങളെ നോക്കി അവ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കൂ. അവയുടെ സ്വഭാവം, അവയുടെ ചലനം, അവയ്ക്ക് ഓടാനും ചാടാനുമുള്ള കഴിവ്. നിങ്ങൾ മനസ്സ് വെച്ച് ആ മൃഗങ്ങളെ പോലെ ആകാൻ ശ്രമിക്കണം. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ ആ മൃഗങ്ങളെ പോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കൂ. തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കും. ടൈഗർ ചാൻ, നീ എല്ലാം കാണൂ. പ്രാക്ടീസ് ചെയ്യണ്ട. കാലിന്റെ അവസ്ഥ പിന്നെയും മോശമാകും. മോട്ടു, നീ പ്രാക്ടീസ് ചെയ്യൂ. ഓക്കേ. ടൈഗർ ചാങ്, നീ വാച്ച് ചെയ്ത് അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നേ? റെയിനിങ്. എന്റെ അമ്മോ, അത് റെയിനിങ് അല്ല, ട്രെയിനിങ്. ഒരു ആറിന്റെയും ടീയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. എന്തിനാ അതിന് കിടന്ന് ഇങ്ങനെ അലക്കുന്നത്? ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ?
ഡോണ്ട് ഫോർഗെറ്റ് യുവർ ബേസിക് ലെസൺസ്. ഹിംനരേഷ് മുൻപേ പഠിപ്പിച്ചതല്ലേ, ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. ആ കുരങ്ങൻ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് എങ്ങനെയാണ് ചാടുന്നത്? അവന് പൂർണ്ണ വിശ്വാസമുണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. അവന്റെ ലക്ഷ്യം കൃത്യമാണ്. മരത്തിൽ ഒരുപാട് ചില്ലകളുണ്ടാകാം, എന്നാൽ ഏത് ചില്ല പിടിക്കണമെന്ന് നമ്മൾക്ക് കൃത്യമായ ഫോക്കസ് ഉണ്ടായിരിക്കണം. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. അത്രേ ഉള്ളൂ. എന്റെ മോട്ടു, ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. ഇത് ടിംടിന്റെ ജീവന്റെ പ്രശ്നമാണ്. പൊളിക്കടുത്തല്ലോ. നിനക്ക് ഈ തവളച്ചാട്ടം അറിയില്ലേ മോട്ടോ? ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാട്ടാ. എനിക്ക് തവളച്ചാട്ടത്തിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ കണ്ടോ? അമ്മേ, ഞാൻ അമ്മയെ വിട്ട് എങ്ങോട്ടും പോകില്ല. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടമില്ല. അമ്മേ, ഞങ്ങളുടെ കൂടെ വാ അമ്മേ. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം അമ്മേ. എനിക്ക് നിന്റെ അച്ഛനെ ഉപേക്ഷിച്ചു വരാൻ സാധിക്കില്ല മോനെ. എനിക്കും നിന്നെ ഇവിടെ നിർത്താനാണ് ആഗ്രഹം. എന്നാൽ നീ ഇവിടെ നിന്ന് ഒരു മൃഗമായി മാറുന്നത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മോനെ. അതുകൊണ്ടാണ് ഞാൻ മോട്ടു പത്ലുവിനെ വിളിച്ചത്, നിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവാൻ. ടിം ടിം, നീ അകത്തു പോകൂ. അപ്പോൾ അത് നീയായിരുന്നു അല്ലേ പുറകിൽ നിന്നും എന്നെ കുത്താൻ ശ്രമിച്ചത്? നീ മോട്ടുവിനെയും പത്ലുവിനെയും ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്റെ സ്വന്തം മകനെ തന്നെ എന്നിൽ നിന്നും ദൂരെ കൊണ്ടുപോകാൻ പിന്നെ വേണ്ടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഒരിക്കലും അവനെയും എന്നെ പോലെ മൃഗമാക്കി മാറ്റും. എനിക്ക് അവനെ രക്ഷിക്കണം. ഓ, അപ്പോൾ ഇതാണ് കാര്യമല്ലേ? ഞാൻ വിചാരിച്ചത് നീ എന്റെ കൂടെ നിൽക്കുമെന്നാണ്. പക്ഷെ നീ ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നു. No, I am always with you. എന്നാൽ ഈ ഭ്രാന്തിന്റെ ഫലം എന്റെ മോൻ അനുഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അവൻ ജീവിതം മുഴുവൻ ഇങ്ങനെ പേടിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പറയൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണിന്റെ മുൻപിൽ എന്റെ മോന്റെ ജീവിതം നശിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. അതിനു വേണ്ടിയല്ലേ നീ മോട്ടുവിനെയും പത്ലുവിനെയും ക്ഷണിച്ചത്? നീ എന്ത് വിചാരിച്ചു? അവർ രണ്ടുപേരും കൂടെ എന്റെ വിശ്വനെ ഫെയിലാക്കാൻ പറ്റുമെന്നാണോ? ആ മോട്ടുവും പത്ലുവും ഒന്നിനും കൊള്ളാത്ത രണ്ടുപേര്. പക്ഷെ ഞാൻ അവരെ രണ്ടുപേരെയും ഒരു മൃഗമായി മാറ്റും.
ഒരു ജീവിതകാലം മുഴുവനൊന്നുമില്ല നമ്മുടെ കയ്യില്. നാളെയാണ് അഷ്ടമി. നാളെ ഫൈറ്റ് ഉള്ളതാ, അത് ഓർമ്മ വെച്ചോ. നമുക്ക് ടിമിനെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. ഇതുപോലെ എങ്ങനെ മിണ്ടാതെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. യെസ് മോട്ടു, നീ അത് ചെയ്തിരിക്കുന്നു. യെസ്. മോട്ടു, ഇവിടേക്ക് വരൂ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ ഇത് കേട്ട് കഴിയുമ്പോ ഞെട്ടിപ്പോകും. എന്താ കാര്യം, വേഗം പറയൂ. മോട്ടു ചങ്ക്, ഞാൻ അതിനൊരു മറുമരുന്നുണ്ടാക്കി. എങ്ങനെയാണോ ഡോക്ടർ സ്നേക്ക് മനുഷ്യന്മാരെ മൃഗങ്ങളാക്കുന്നത്, അതുപോലെ എന്റെ മരുന്ന് കൊണ്ട് മൃഗങ്ങളെ തിരിച്ച് മനുഷ്യന്മാരാക്കി മാറ്റാം. അങ്ങനെ അവരെയൊക്കെ മനുഷ്യന്മാരാക്കിയ അവര് നമ്മുടെ കൂടെ വരും ചങ്ക്. എന്റെ അമ്മോ, ഡോക്ടർ ചട്ക, എനിക്കിപ്പോ സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നത്. യു ആർ ഗ്രേറ്റ്, യു ആർ റിയലി ഗ്രേറ്റ് ചട്ക, യു ആർ ഗ്രേറ്റ്. നിയമമാണ് സത്യം. ഓക്കേ, അപ്പൊ ശരി വലിയേട്ടാ, ഞങ്ങൾ ആദ്യം ടിമിനെ രക്ഷപ്പെടുത്താൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്ന് വെച്ചാ നമ്മളെല്ലാവരും മനുഷ്യരാക്കുന്ന സമയം നോക്കി ആ ഡോക്ടർ സ്നേക്ക് ടിമിനെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാലോ? സ്വാഗതം മോട്ടു പത്ലു, വരൂ. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇവന്റെ പദ്ധതി ഇതെന്താ? ഇവിടെ ഗാർഡിനൊന്നും കാണുന്നില്ല. ഇത് കൊടുങ്കാറ്റിന് തൊട്ടു മുമ്പുള്ള ശാന്തതയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് അപകടം നമ്മുടെ 4 ഭാഗത്തും വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായി, പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടാണ് മനസ്സിലായത്. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കുള്ളൂ മോട്ടു പത്ലു, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
ഇതാണ് പറ്റിയ അവസരം. ഇവിടെ നിന്നും വേഗം പോയിക്കോ. ഓടൂ ഓടൂ, ഏതുവരെ ഓടാൻ പറ്റും? ടിം ടിം വരൂ, നമുക്ക് പോകാം ഇപ്പോ തന്നെ. എന്തായി ചെയ്തത് നീ? അവൻ നിന്റെ കഴുത്തിലേക്ക് ഇപ്പോ ഒരു മരുന്ന് കുത്തിവെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നീ തന്നെ അറിയാതെ നീ ഉറങ്ങിപ്പോകും. നിനക്കറിയാമല്ലോ, ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ കാലം കരയാൻ തുടങ്ങും. എന്റെ ടിം ടിം, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? കാരണം അവനിലേക്കും ഞാൻ ഇതുപോലത്തെ ഒരു മരുന്ന് കുത്തിവച്ചിരിക്കുകയാണ്. ഇനി അവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഇനി ഇത് കൂടെ മനസ്സിലാക്കിക്കോ, ഞാൻ ഇവനെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാന്ത്രികന്മാരുടെ രാജാവാണ്. എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. Gods. മോട്ടു, വെൽക്കം ടു മൈ വേൾഡ്. നീ ഒരു നല്ല ഫൈറ്ററാണ്. ഇനി നീ നോക്കിക്കോ, ഞാൻ നിനക്ക് ഏത് മൃഗത്തിന്റെ രൂപമാ നൽകാൻ പോകുന്നതെന്ന്. ഞാൻ തരുന്ന രൂപം ഏറ്റവും ശക്തിശാലിയായ രൂപമായിരിക്കും. You will be the best of my lord. ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ ഈ കാലം എപ്പോഴും കരയും. മോട്ടുവിനെ കുറിച്ച് ഇന്നലെ മുതൽ യാതൊരു വിവരമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പത്ലു, നീ നിന്റെ മാന്ത്രിക ശക്തികളിലൂടെ നിന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും മൃഗങ്ങളായി മാറ്റിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വരൂ, ഏറ്റവും ആദ്യം ആരാണ് മത്സരിക്കാൻ പോകുന്നത്? എന്തുപറ്റി? എന്തുകൊണ്ടാ നീ ഒന്നും സംസാരിക്കാത്തത്? ആർക്കും മത്സരിക്കാൻ താല്പര്യമില്ലേ? ഓ, ഞാൻ മറന്നു, നിങ്ങളിൽ ഒരാൾക്ക് പോലും ധൈര്യമില്ല അല്ലേ? ആ പിന്നെ, ഇവിടെ പത്ലുവിന്റെ കൂടെ ഒരു മൃഗത്തിന് പോലും ഞാൻ കാണുന്നില്ലല്ലോ. എന്താ പത്ലു, നിനക്ക് ഒരു മൃഗത്തിന് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? ഇവരെല്ലാരും മുമ്പുണ്ടായിരുന്ന പോലെ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്.
ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നീ ഒരു മാന്ത്രികനല്ല എന്ന്. ഈ ലോകത്ത് ഒരൊറ്റ മാന്ത്രികൻ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. ഞാനാണ് ഈ ലോകം കണ്ടതിൽ വെച്ച മാന്ത്രികന്മാരിൽ ഏറ്റവും വലിയ, the one and only, ഏറ്റവും ശക്തിശാലിയായ മന്ത്രവാദി. നീയും മന്ത്രവാദി ഒന്നും അല്ല. നീയും എല്ലാവരെയും മണ്ടന്മാരാക്കുന്നതല്ലേ. നീ ഒരു സയന്റിസ്റ്റ് ആണ്. ആനിമൽസിന്റെ DNA എടുത്ത് മനുഷ്യരിൽ കുത്തിവെച്ച് അവരെയെല്ലാം ഇങ്ങനെ ആക്കുന്നതല്ലേ നിന്റെ പണി. പക്ഷെ ഞങ്ങള് അതിനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ജഡ്ക, കാണിക്ക്. ഞാൻ വളരെ വ്യക്തമായി എല്ലാ മൃഗങ്ങളെയും കുറിച്ച് പഠിച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിയാന്ന്. ഞാൻ നിങ്ങളെ പോലെ ഭയങ്കര സയന്റിസ്റ്റാ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കളിക്കാനൊന്നും പോവില്ലായിരുന്നു. എന്റെ കുട്ടിക്കാലം മൊത്തം ഞാൻ സയൻസ് വെച്ചാ കളിച്ചോണ്ടിരുന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ മോട്ടുവിനോടും പത്തിനോടും ചോദിക്കോ. തനിക്കിത് എന്തിന്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ കിടന്ന് ഷോ കാണിക്കാൻ? സോറി, ഇങ്ങനത്തെ അവസരം നമുക്ക് എപ്പോഴും കിട്ടാറില്ല. എന്ന് വെച്ചാൽ തുല്യരായ ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ടാലന്റ് കാണിക്കാനുള്ള അവസരം. പക്ഷെ അത് പാളിപ്പോയി. ഡോക്ടർ ചട്ക, എന്റെ കഴിവ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോണേള്ളൂ. ഈ കാര്യത്തിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് ട്ടോ. എപ്പോഴൊക്കെ ഡോക്ടർ സ്നേക് ചിരിക്കുന്നു, അപ്പോഴൊക്കെ ഈ കാലം കരയും. ഇപ്പോൾ നീ കരയാൻ തുടങ്ങിക്കോ. കാരണം നീയും നിന്റെ ആന്റിഡോട്ടും ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ കാണൂ, എന്റെ ആവിഷ്കാരം വരാൻ പോവാണ്. മോട്ടു ദ ലയൺ മാൻ. മോട്ടു, എന്താ സംഭവിച്ച്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ കൂട്ടുകാരാ, എന്റെ സഹോദര, നിനക്കിത് എന്താ സംഭവിച്ചത്? ആരെങ്കിലും അവനൊന്ന് ശരിയാക്ക് പ്ലീസ്. ഞങ്ങളെ ഇവിടുന്ന് വിട്ടയക്ക്, ഞങ്ങളെ ഇവിടുന്ന് വിട്ടയക്ക്. ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. പ്ലീസ് എന്റെ സഹോദരൻ ഒന്ന് ശരിയാക്ക്. ഡോക്ടർ സ്നേക് പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ ഈ കാലം തന്നെ കരയേണ്ടി വരുമെന്ന്. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്താ സംഭവിക്കാ? മോട്ടിപ്പോ സിംഹമായി മാറി അവരുടെ ഭാഗത്തേക്ക് പോയല്ല. ആദ്യമേ മുതൽക്ക് തന്നെ എനിക്ക് മോട്ടുവിനെ നേരിടാൻ കഴിയുമായിരുന്നില്ല. ഇപ്പൊ എങ്ങനെ നേരിടും? ഇപ്പൊ അവൻ ഒരുപാട് പവർഫുൾ ആയിരിക്കില്ലേ? നോക്കൂ കൂട്ടുകാരെ, മോട്ടുവിന്റെ ബുദ്ധി ഇപ്പോ ആ മരുന്നിന്റെ ഫലമായിട്ടാ പ്രവർത്തിക്കുന്നത്. നമ്മൾ അവനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം. അവന് ഓർമ്മ തിരിച്ചു കിട്ടിയ ചിലപ്പോ അവൻ നമ്മുടെ കൂടെ വന്നെങ്കിലോ. പിന്നെ ഇതിന്റെ മറുമരുന്ന് നമ്മൾ ഉപയോഗിച്ചാ പോരെ. അപ്പൊ കുഴപ്പമൊന്നും സംഭവിക്കില്ല. സൗഹൃദത്തെക്കാൾ വലിയ മരുന്നും അതിനേക്കാളും വലിയ മറുമരുന്നൊന്നും ഈ ലോകത്തില്ല ചങ്ക്. മോട്ടുവിന്റെയും പത്തിലുവിന്റെയും സൗഹൃദം അത് ഭയങ്കര ശക്തമാ. പത്തിലു, നീ അവനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്ക്. അപ്പൊ അവൻ ആ മരുന്നിൽ നിന്ന് മോചിതനായി ഓർമ്മ തിരിച്ചു കിട്ടിയാലോ. അങ്ങനെ അവൻ പഴയതുപോലെ ആയി തീരും ചങ്ക്. പിന്നെ അവനെ നമ്മുടെ കൂടെ കൂട്ടി നമുക്ക് ഇവരോട് യുദ്ധം ചെയ്യണം. ഓക്കെ, ഞാൻ അവന്റെ കൂടെ യുദ്ധം ചെയ്യാം. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോ ഞാൻ അവനെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കും. മോട്ടുവിനോട് ഞാൻ ഫൈറ്റ് ചെയ്യാം. കൊള്ളാം കൊള്ളാം. മോട്ടുവിനോട് പത്ലു ഫൈറ്റ് ചെയ്യുമെന്ന്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ യുദ്ധം നടക്കാൻ പോവാണ്. നമ്മൾക്ക് കാണാം ആര് ജയിക്കുമെന്നും ആര് തോക്കുമെന്നും. പക്ഷേ ആര് തന്നെ ജയിച്ചാലും തോൽവി തീർച്ചയായും സൗഹൃദത്തിന്റെ ആയിരിക്കും. War starts. മോട്ടു, മോട്ടു, നീ മോട്ടു ആണ്. ഞാൻ നിന്റെ സുഹൃത്ത് പത്ലു ആണ്. ഓർക്ക്, ഓർക്ക് മോട്ടു. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആലോചിക്ക് മോട്ടു, മോട്ടു.
ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ മരുന്നിന്റെ ശക്തി എങ്ങനെ ഇല്ലാതായി? മോട്ടുവിന്റെ ബുദ്ധി സുബോധത്തിലേക്ക് എങ്ങനെ മടങ്ങി വന്നു? ഡോക്ടർ സ്നേക്, സൗഹൃദം ഒരിക്കലും തോൽക്കാറില്ല. സൗഹൃദം എപ്പോഴും ജയിക്കുക തന്നെ ചെയ്യും. ഇനി കണ്ടോ മോട്ടു പത്ലു ജോഡികളുടെ കളികള്. പത്ലു, ഇന്നാ പഠിച്ചോ ഗൺ. കണ്ണുപിടിക്കേ. വരൂ, തയ്യാറായിക്കൊള്ളൂ. എതിരാളി എത്ര വലിയവനാണെങ്കിലും അവന്റെ വീക്ക് പോയിന്റ് അവന്റെ തലയിലുണ്ടായിരിക്കും. അതായിരിക്കണം ലക്ഷ്യം. ഇവരെന്റെ ഏറ്റവും ശക്തിശാലിയായ മൃഗത്തിനെ കൊന്നിരിക്കുന്നു. ഞാൻ ഇവരെ ഒരിക്കലും വിടില്ല. ടൈഗർ ചാങ്, നീ ചെല്ല്. ടിംടിമിനെയും ഉർവശിയെയും രക്ഷിക്ക്. ടിംടിമുമായിട്ട് വീട്ടിലേക്ക് പോകൂ. എവിടെ നിൽക്കരുത്. മുക്കറി, നിങ്ങളും കൂടെ ചെല്ല്. കഴിഞ്ഞു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പോകൂ എന്റെ സാരഥി. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ പ്രയോഗം ഓർത്താ മതി. അപ്പൊ എല്ലാം ഓർമ്മ വന്നോളും. അമ്മേ, രക്ഷിക്കണേ. നിങ്ങൾ പോയിക്കോ, ഇവന്മാരെ ഞങ്ങൾ നോക്കിക്കോളാം. പിടിച്ചോ.
എന്റെ കയ്യിലുള്ള അവസാനത്തെ ആയുധം ബാക്കിയുണ്ട്. ഡോക്ടർ സ്നേക്ക് ഇങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ എല്ലാ മൃഗങ്ങളുടെയും DNA എന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് നോക്കാം മോട്ടുവിനും പത്ലുവിനും എന്നെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. ഇന്നത്തോടെ ഞാൻ നിന്റെ കളി അവസാനിപ്പിക്കാൻ പോവാണ്. അവരെത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവർ നിന്റെ അച്ഛനെയും കൂടെ കൊണ്ടുവരും. അത്ര പെട്ടെന്നൊന്നും അവർ തോൽവി സമ്മതിക്കില്ല. ഇത് ചീറ്റിംഗ് ആണ്.
തന്നതൊക്കെ ഞാൻ തിരിച്ചു തരണ്ടേടോ നിനക്ക്. മതിയാക്ക് ഡോക്ടർ സ്നേക്, വീട്ടിലേക്ക് ചെല്ല്. ഞങ്ങൾ വന്നത് ടിമിനെ കൊണ്ടുപോവാനായിരുന്നു, പക്ഷേ ഇപ്പൊ നിന്നെയും കൊണ്ടുപോവുക. ഇല്ല ഇല്ല, ഈ രൂപം കാരണമാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. എനിക്കിനി അവിടേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. എനിക്ക് മനുഷ്യരെ മൃഗങ്ങളായി മാറ്റാൻ കഴിയും, പക്ഷേ എനിക്ക് തിരിച്ചവരെ മനുഷ്യന്മാരായി മാറ്റാൻ അറിയില്ല. എന്റെ രോഗികളാണ് സത്യം. എനിക്കതൊക്കെ അറിയാൻ ചങ്കേ. ഞാൻ എല്ലാം ശരിയാക്കി തരാന്നേ. ഞാൻ എല്ലാവരെയും ശരിയാക്കാനുള്ള മറുമരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ചങ്കേ. ആ ആ, ആ. താങ്ക് യു ഡോക്ടർ ജട്ക. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ രണ്ടുപേരുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എന്റെ മകനെയും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. എനിക്ക് എന്റെ രൂപം തിരിച്ചു കിട്ടി. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹിംപുത്ര, എന്റെ മകനെ, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? എത്ര നാളായി നിന്നെ കാണാതായി? നിനക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വന്നില്ലേ മോനെ? കണ്ടില്ലേ വലിയേട്ടാ, അങ്ങനെ അച്ഛനും മകനും ഒന്നായി. ഇനി ഈ മോട്ടുവിനെയും പത്ലുവിനെയും ആർക്ക് വേണം? മോട്ടു പത്ലു, നിങ്ങളോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലോ അതൊരിക്കലും കൂടുതലാകില്ല. ഇന്ന് നീ എനിക്ക് എന്റെ 2 മക്കളെയും തിരിച്ചു തന്നു. ടൈഗർ ചാങ്, ഭീമപുത്ര, നിങ്ങൾ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നു. നീയൊന്നും പറയേണ്ട കാര്യമില്ല ഉർവശി. ടൈഗർ ചാങ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ തിരിച്ചു വന്നല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ കാര്യം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എല്ലാ കഥകളും നിങ്ങളുടെ മകനോട് ചോദിക്കൂ. മനസ്സ് നിറയും വരെ അവനുമായി സംസാരിക്കൂ. അതുവരെ ടിമിന് ഞാൻ കുറച്ച് അഭ്യാസങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. ഞാനിപ്പോ 2 മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് പോയിട്ട് 2 മണിയാകുമ്പോ അടിപൊളി ഫുഡുമായിട്ട് തിരിച്ചു വരാം. ബൈ. ഓ ചങ്കുകളെ, ഞാനിപ്പോ ടിമിന്റെ അമ്മയെയും പഴയതുപോലെ ആക്കിത്തരാം. ആ ഓ, ആ. ഡോക്ടർ ജട്ക, ഞാൻ വിചാരിച്ചത് ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണെന്നാ. പക്ഷെ നിങ്ങൾ ഇയാൾക്ക് ഞാനല്ല അതിന് ട്രെയിനിങ് കൊടുത്തത്, അതുകൊണ്ടല്ലേ ഇയാൾക്ക് ഇത്രയും ബുദ്ധി. ടിമിന്റെ അച്ഛൻ മൃഗങ്ങളുടെ ശക്തി മനുഷ്യരിൽ കൊണ്ടുവന്ന് ഒരു പവർഫുൾ കുംഫു ആർമി ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ നിങ്ങളെ കൊണ്ടത് സാധിച്ചില്ല. എന്നാൽ മോട്ടുവിന് അത് ചെയ്യാൻ സാധിച്ചു. കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പരിശീലനം കൊണ്ട് മനുഷ്യൻ എത്ര ശക്തി ആഗ്രഹിച്ചാലും അവനത് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കേ ടിം, ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. Watch India's largest kids library only on Jio Hotstar. Download the app now.